Good morning, students. Today we are going to discuss a very important topic, elasticity of demand. So far in the last classes we have discussed about how far the income of a person and the price of a commodity brings changes in the consumer behavior. So today we are going to see about elasticity of demand. The law of demand, based on the law of demand, we are going to see how much it contracts and how much it expands എന്നുള്ളതാണ്. Okay. So the law of demand states that demand of a commodity increases on a fall in its price and decreases on an increase in its price. അതാണ് നോർമലി ഡിമാൻഡ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Okay. When the price of the commodity decreases, the quantity demanded increases. And when the price of the commodity increases, the quantity demanded will be decreased എന്നുള്ളതാണ് law of demand സൂചിപ്പിക്കുന്നത്. Okay. So ഇവിടെ that is the law of demand tells only the direction of the change. അപ്പോൾ ഏത് ഡിറക്ഷനിലാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനാണോ സെയിം ഡിറക്ഷനിലാണോ ഈ പ്രൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. സോ വി ആർ നോട്ട് ഗെറ്റിംഗ് ദി എക്സാക്ട് മെഷർ ഓഫ് ദാറ്റ്. സോ ഇൻ ദിസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് we'll get the exact elasticity, that is either the contraction or the expansion. എന്താണോ, എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത്, അത് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമുക്ക് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാർഷലാണ്. ഓക്കെ, സോ വിൽ സി അബൌട്ട് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എക്കണോമിക്സിൽ പറയുന്നത്, സാധാരണ നമ്മൾ ഫിസിക്സിലാണ് നമുക്ക് ഈ ടേം എലാസ്റ്റിസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ കൺട്രാക്ഷൻ ആവാം എന്നുള്ളതാണ്. ഓക്കെ, എക്കണോമിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ടേം എലാസ്റ്റിസിറ്റി മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, അതിൽ ഒരു വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മറ്റൊരു വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഒരു വേരിയബിളിൻ്റെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ മറ്റൊരു വേരിയബിളിനെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, elasticity of demand is a rate of change in demand in response to the change in price. Elasticity of demand എന്ന് പറയുന്നത് ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങൾ ഏതിനെ ബേസ് ചെയ്തിട്ട്, പ്രൈസിൽ വരുന്ന മാറ്റങ്ങളിനെ ബേസ് ചെയ്തിട്ട് ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മെഷറാണ് നമുക്ക് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൈസ് എലാസ്റ്റിസിറ്റി, ഇൻകം എലാസ്റ്റിസിറ്റി, ക്രോസ് എലാസ്റ്റിസിറ്റി ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എലാസ്റ്റിസിറ്റി, അങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് പ്രൈസ് എലാസ്റ്റിസിറ്റിയാണ്. എസ്എ ക്വസ്റ്റ്യൻ അടക്കം ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ elasticity also. It measures the responsiveness of demand to change in price. അപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസിൽ എങ്ങനെയാണ് ആൾക്കാർ അതിൽ ഡിമാൻഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ പറയണത്. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് കിട്ടണം. സോ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഡിഗ്രീസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നുള്ളത്.
Clear? Sometimes delay. Now we are going on to types of price elasticity. Price elasticity നമുക്ക് വരുന്ന different types ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Okay. Some commodities have very elastic demand. Others have less elastic demand. Thus, different commodities have different degrees of elasticity. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ പോലെയാണ്. ചിലതിന് നമുക്ക് ഒരു എന്താ പറയുക ഗുഡ് എലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടായിരിക്കാം, ചിലതിന് വളരെ വെരി ലെസ് എലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ടായിരിക്കാം. സോ ഇസ് ദിസ് ബേസ്ഡ് ഓൺ ദി പ്രോഡക്റ്റ് ആണോ കമ്മോഡിറ്റി ആണോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസിന് റിലേറ്റ് ചെയ്തിട്ടാണോ? നമുക്ക് പ്രൈസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. സോ വിൽ സി അബൌട്ട് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത്. When a small change in price leads to a great change in demand, it is known as perfectly elastic demand എന്നുള്ളതാണ്. സോ എന്താണ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ്? ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ ചെറിയ മാറ്റം, വളരെ ചെറിയ മാറ്റം, ദാറ്റ് ഈസ് 1 പൈസ് 2 പൈസിൽ വരുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈസ് അതിൽ കുറയുമ്പോഴേക്കും അല്ലെങ്കിൽ 2 പൈസ് ഡിക്രീസ് ആകുമ്പോഴേക്കും കുറേ ഡിമാൻഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ബിഗ് ചേഞ്ച് വിൽ ബി ദെയർ ഇൻ ദ ഡിമാൻഡ്. ചെറിയൊരു മാറ്റം പ്രൈസിൽ വരുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റമാണ് ഡിമാൻഡിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈവൻ വെൻ ദ പ്രൈസ് റിമെയിൻസ് ദ സെയിം, the demand goes on changing. In this case, the elasticity is infinite. The demand curve will be horizontal, straight line. This is only an imaginary demand curve because in real life there is no commodity having perfectly elastic demand എന്നുള്ളതാണ്. കാരണം ഈ 1 പൈസ അല്ലെങ്കിൽ 2 പൈസ കുറയുമ്പോഴേക്കും അതിൽ വലിയൊരു മാറ്റം സംഭവിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ അത് സാധാരണ ഒരു റിയൽ ലൈഫിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. ദാറ്റ് ഈസ് അത് കാരണം തന്നെയാണ് ഇതൊരു ഇമാജിനറി കർവ് ആയിട്ടാണ് നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ഡിമാൻഡ്. When a demand of a commodity does not change, whatever be the change in price, it is called perfectly inelastic demand എന്നുള്ളതാണ്. കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വട്ട് എവർ ബി ദ ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും നമ്മൾ മേടിക്കുന്ന സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സോൾട്ട്. ഓക്കെ, സോൾട്ടിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്താലും ഇൻക്രീസ് ചെയ്താലും ദ നോർമൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ബീൻ പർച്ചേസ്ഡ് അത് തന്നെയാണ് നമ്മളിപ്പോഴും പർച്ചേസ് ചെയ്യുള്ളൂ. പ്രൈസിൽ ചെറിയ മാറ്റം വന്നതെന്ന് വെച്ചാൽ 10 പാക്കറ്റ് ഉപ്പൊന്നും നമ്മൾ മേടിച്ച് വയ്ക്കാറില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നമുക്കത് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നതിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്റമേ സംഭവിക്കുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സോ അതാണ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി എലാസ്റ്റിക്കിൽ എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ ചെറിയ മാറ്റം വരുന്നത് കൊണ്ട് വലിയ മാറ്റമാണ് ഏതിൽ വരുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നത്. അത് ഒരിക്കലും റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയുമ്പോൾ when a demand of a commodity does not change whatever be the change in price. പ്രോഡക്റ്റിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്തൊക്കെ മാറ്റം വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ഡിമാൻഡ്. In this case, a great change in price leads to no change in the demand. The elasticity എന്ന് പറയുന്നത് 0 തന്നെയാണ്. Here the demand curve എന്ന് പറയുന്നത് vertical ആയിരിക്കും. ഓക്കെ, കാരണം അവിടെ ഡിമാൻഡിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഓക്കെ, ഇനി യൂണിറ്റ് എലാസ്റ്റിസിറ്റി.
അല്ലെങ്കിൽ യൂണിറ്ററി എലാസ്റ്റിസിറ്റി. When a given percentage change in price causes an equally proportionate change in demand, it is called unit elasticity. എത്രയാണോ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് സംഭവിക്കുന്നത് അത്ര തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് സംഭവിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് 5% of the commodity the price has been increased, പ്രൈസ് എന്ന് പറയുന്നത് 5% നമ്മൾ ഇൻക്രീസ് ചെയ്തു. സോ ക്വാണ്ടിറ്റി ഡിമാൻഡിലും എത്ര കാണണം? 5% ഇൻക്രീസ് കാണണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 5% ഡിക്രീസ് തന്നെ എത്ര പെർസെൻറ്റേജ് ആണോ അതിൽ വരുന്നത്, മാറ്റം വരുന്നത്, അത്രയും പെർസെൻറ്റേജ് തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. When a percentage change in price causes an equally proportionate change in demand, 5% ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് ദാറ്റ് ഈസ് കമ്മോഡിറ്റി ഡിമാൻഡിലും 5% തന്നെയാണ് ദാറ്റ് ഈസ് ഇൻക്രീസോ ഡിക്രീസോ കാണിക്കേണ്ടത്. If 5% increase in price of a commodity brings about 5% fall in demand, it is a case of unit elasticity. 5% പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 5% തന്നെയാണ് നമുക്ക് കമ്മോഡിറ്റി ഡിമാൻഡിൽ ഡിക്രീസ് കാണിക്കുന്നത്. ഇനി 5% ഡിക്രീസ് ഇൻ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 5% ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ യൂണിറ്റ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യൂണിറ്ററി എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? പെർഫെക്റ്റ്ലി എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്, ഗ്രേറ്റർ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് when a commodity demanded does not have any change when there is a change in price. കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. യൂണിറ്റ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പെർസെൻറ്റേജ് ബേസിസിലാണ്. എത്ര പെർസെൻറ്റേജ് ആണോ പ്രൈസിൽ ഇൻക്രീസ് വരുന്നത് അത്രയും പെർസെൻറ്റേജ് നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഡിക്രീസ് കാണിക്കണം. എത്ര പെർസെൻറ്റേജ് ആണോ പ്രൈസിൽ ഡിക്രീസ് വരുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ അത്രയും പെർസെൻറ്റേജ് ഇൻക്രീസ് കാണിക്കണം. ഓക്കെ, സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് OQ, ദ പ്രൈസ് ഇൻക്രീസസ് OP1 ആയിട്ട് വരും, ഡിമാൻഡ് ഡിക്രീസസ് ടു OQ1ലേക്ക് വരും. ഹിയർ ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് അതിൽ വരുന്നത്. നമ്മുടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ പോലെ തന്നെയാണ്. സോ ഇൻ ദിസ് കേസ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലാണ് നമുക്കത് അതിൻ്റെ ഡിമാൻഡ് കർവ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ റിലേറ്റീവ്ലി എലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്? വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട്സ് ഇൻ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, നമ്മൾ ഒരു ഏകദേശം നമ്മൾ ഒരു 5% ചേഞ്ചാണ് ഏതിൽ വന്നിട്ടുള്ളത്? പ്രൈസിൽ വന്നിട്ടുള്ളത്. Okay, when change in price results in more than a proportionate change in quantity demanded, it is called relatively elastic demand. For example, 5% increase in price ആണ് സംഭവിച്ചുള്ളതെന്നുണ്ടെങ്കിൽ 10% decrease ആണ് പ്രോഡക്റ്റ് ഡിമാൻഡിൽ വരേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ 5% ഡിക്രീസ് ആണ് സംഭവിച്ചതെങ്കിൽ 10% ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ആണ് നമുക്കതിൽ വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ചേഞ്ച് വരുമ്പോഴാണ് റിലേറ്റീവ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഈസ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് ഡിമാൻഡ് വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട്സ് ഇൻ ലെസ് ദാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞത് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ്. ഇവിടെ വന്നിട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ വെൻ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട്സ് ഇൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക്. ഫോർ എക്സാമ്പിൾ 10% ഇൻക്രീസ് ഇൻ പ്രൈസ് ആണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 5% ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് വന്നിട്ടുള്ളത്.
10% ഇൻക്രീസ് ഇൻ പ്രൈസ് വരുമ്പോൾ നമുക്ക് 20% ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിലേറ്റീവ്ലി എലാസ്റ്റിക് എന്ന് പറയാം. ഇതിപ്പോൾ വന്നിട്ടുള്ളത് എന്താണ്, നമ്മൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്കത് റിലേറ്റീവ്ലി ഇൻ എലാസ്റ്റിക് ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൈസ് എലാസ്റ്റിസിറ്റിയിലുള്ള 5 ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിക്കരുത്. പ്രൈസ് എലാസ്റ്റിസിറ്റി, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്, യൂണിറ്റ് എലാസ്റ്റിസിറ്റി, റിലേറ്റീവ്ലി എലാസ്റ്റിക് ആൻഡ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക്, അങ്ങനെ 5 ടൈപ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻ്റ് ആണ്. ഹൗ യു ആർ ഗോയിങ് ടു മെഷർ ദി പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. സെക്കൻഡ് വൺ, എക്സ്പെൻഡിച്ചർ or outlay method. Third one, geometric or point method. And fourth one, arc method. അങ്ങനെ 4 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, സോ പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഇതിൽ വരുന്നത് the elasticity of demand is measured by the ratio between the proportionate or percentage change in the quantity demanded and proportionate or percentage change in price. And formula എന്ന് പറയുന്നത് ED is equal to elasticity of demand എന്ന് പറയുന്നത് ED is equal to proportionate change in quantity demanded divided by proportionate change in price. Change in demand by original quantity of demand divided change in price by original price. Delta Q by delta P into P1 by Q1. അപ്പോൾ എന്തൊക്കെയാണ് അത്? നോർമലി ചേഞ്ച് ഇൻ ഡിമാൻഡും അതേപോലെ തന്നെ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡും. ഒറിജിനൽ ക്വാണ്ടിറ്റി 5 ആണ്, അതേപോലെ ചേഞ്ച് ഇൻ ഡിമാൻഡ് 10 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് എത്രയാണ് വരുന്നത് എന്നുള്ളത്. അതേപോലെ ചേഞ്ച് ഇൻ പ്രൈസും ഒറിജിനലി ഉണ്ടായിരുന്ന പ്രൈസും. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ സപ്പോസ് മാംഗോസ് ആർ സെല്ലിംഗ് അറ്റ് ₹1 each and consumer demands 10. If the price falls to 80 paise, demand will be 15. Find out elasticity എന്നുള്ള പ്രോബ്ലം. അപ്പോൾ നമുക്ക് വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ 5/10 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ് പറയുന്നത്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 1 രൂപയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണമാണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ 80 പൈസയായിട്ട് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ 15 എണ്ണമാണ് അയാൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്, അപ്പോൾ 10 നിന്ന് 15ലേക്കാണ് ചേഞ്ച് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ 5 ആണ് അവിടെ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ഒറിജിനലി അയാൾ ഡിമാൻഡ് ചെയ്യുന്നത് എത്രയാണ്? 1 രൂപയാണെന്നുണ്ടെങ്കിൽ 10 ആണ്. ഓക്കെ, ബൈ 10, 5/10 ഡിവൈഡഡ് ബൈ എത്രയാണ് പ്രൈസിൽ വരുന്ന മാറ്റം? ഓക്കെ, 0.20, 1 റുപ്പീന്ന് 80 പൈസയിലേക്കാണ് കുറഞ്ഞത്. അപ്പോൾ 0.20 ആണ് നമുക്ക് മാറ്റം വരുന്നത്. ഡിവൈഡഡ് ബൈ 1 റുപ്പി ഇസ് ഈക്വൽ ടു നമുക്ക് 2.5. ദ ഡിമാൻഡ് ഇസ് റിലേറ്റീവ്ലി എലാസ്റ്റിക് എന്നുള്ളതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് എത്രയാണ്? ഒരു പ്രൊപ്പോർഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 ആണ് മാറ്റം വരുന്നത്. അപ്പോൾ 2.5 എന്ന് പറയുമ്പോൾ ഏകദേശം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ്ലി എലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളതാണ് നമുക്കതിൽ ക്ലിയർ ആവുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡാണ്. ഈ മെത്തേഡും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മാർഷലാണ്. Under this method, the elasticity is measured by estimating the changes in total expenditure as a result of changes in price and quantity demanded. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന മാറ്റമാണ്. എന്തുകൊണ്ട്? ചേഞ്ചസ് ഇൻ പ്രൈസും ക്വാണ്ടിറ്റിയിലും ഡിമാൻഡിൽ വരുമ്പോൾ അതിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേസ് 1, കേസ് 2 ആൻഡ് കേസ് 3. അപ്പോൾ ഈ 3 കേസിലും അതിന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് 4 ആണെന്നുണ്ടെങ്കിൽ മാംഗോസ് ഡിമാൻഡഡ് എന്ന് പറയുന്നത് 50 ആണ്.
അപ്പോൾ നമുക്കതിന് വരുന്നത് 200 റുപ്പീസാണ്. മനസ്സിലാവുന്നുണ്ടോ? 50 മാംഗോസ് 4 റുപ്പീസ് പ്രൈസിനാണ് അയാൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 200. പിന്നെ അതിലെന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് 4 റുപ്പീസ് എന്നുള്ളത് 3 റുപ്പീസ് 60 പൈസ ആയിട്ട് മാറി. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് 50ൽ നിന്ന് 60 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ അയാൾക്ക് വരുന്നത് 216 ആണ്. ഓക്കെ, അപ്പോൾ 50 മാമ്പഴം അയാൾ 200 രൂപയ്ക്ക് മേടിച്ചു, 60 മാമ്പഴം 216 രൂപയ്ക്ക് മേടിച്ചു, 3 രൂപ 60 പൈസയായിട്ട് 40 പൈസയാണ് അവിടെ കുറവ് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ വേറൊരു കേസ്, അതിൽ 3 രൂപയാണ് പ്രൈസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 80, ടോട്ടൽ മണി സ്പെൻറ്റ് എന്ന് പറയുന്നത് 240. അഗെയിൻ അതിലെ 3 റുപ്പീസ് എന്നുള്ളത് 2 റുപ്പീസ് 40 പൈസ ആയിട്ട് മാറി, 60 പൈസ കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോൾ 100 ആണ് അയാൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ വരുമ്പോൾ 240 തന്നെയാണ് അയാൾ ചിലവാക്കിയിട്ടുള്ളത്, കൂടുതലൊന്നും ചിലവായിട്ടില്ല. ഓക്കെ, മൂന്നാമത്തെ കേസ്, 3 കേസാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ 2 രൂപയ്ക്കാണ് മാമ്പഴം, 110 രൂപയ്ക്കാണ് അയാൾ മേടിക്കുന്നത്. 110 എണ്ണാണ് അയാൾ മേടിക്കുന്നത് 220 രൂപയ്ക്ക്. ഇനി സെയിം തിങ് നമുക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് 40 പൈസ അതിൽ കുറഞ്ഞു, 1 റുപ്പി 60 പൈസ ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് 110 മാംഗോസ് എന്നുള്ളത് 120 മാംഗോ, 10 മോർ മാംഗോസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിൽ ടോട്ടൽ മണി സ്പെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 192 വന്നിട്ടുള്ളൂ. Okay, so for commodities having unit elasticity, the total money spent on commodities will be the same, whatever may be the change in price. ശ്രദ്ധിക്കുക ഒന്നുകൂടി, യൂണിറ്റ് എലാസ്റ്റിസിറ്റി ഫോർ ദി കമ്മോഡിറ്റീസ് ഹാവിങ് യൂണിറ്റ് എലാസ്റ്റിസിറ്റി, 2 എണ്ണം നമുക്ക് യൂണിറ്റ് എലാസ്റ്റിസിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ദ ടോട്ടൽ മണി സ്പെൻറ്റ് ഓൺ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് സെയിം ആണ്, അവിടെ വലിയ മാറ്റം നമുക്ക് വരുന്നില്ല. 240 തന്നെയാണ് നമുക്ക് വരുന്നത്. For commodities having greater than the unit elasticity, the total expenditure increases with the fall in price. ഫസ്റ്റ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപയിൽ നിന്ന് 216 രൂപയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും നമുക്ക് 216 രൂപ വന്നു എന്നുള്ളതാണ്. But in case of commodities having less than unit elasticity, total expenditure decreases with a fall in price. ലാസ്റ്റ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ് ചെയ്തിട്ടും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വരുന്നത് ലെസ് ദാൻ യൂണിറ്റ് എലാസ്റ്റിസിറ്റിയാണ്. ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ യൂണിറ്റ് എലാസ്റ്റിസിറ്റി, രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വലാണ്, യൂണിറ്റ് എലാസ്റ്റിസിറ്റിയാണ് വരുന്നത്. മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ യൂണിറ്റ് എലാസ്റ്റിസിറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഫ്രം ദി സെല്ലേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മീൻസ് ടോട്ടൽ റവന്യൂ, അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ എത്രയാണ്, നമ്മുടെ എക്സ്പെൻഡിച്ചർ മറ്റൊരാളുടെ റവന്യൂ ആണ്. ഹെൻസ് ദിസ് മെത്തേഡ് is also known as total revenue method. ഒന്നെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇതിലെ ഓരോ പ്രാവശ്യം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഇൻക്രീസ് സംഭവിക്കാം, ചിലപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ പ്രൈസ് റെഡ്യൂസ്ഡ് ആയാലും സെയിം ലെവലിൽ വരാം. തേർഡ് കേസിൽ വരുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ലെസ് ദാൻ യൂണിറ്റ് എലാസ്റ്റിസിറ്റിയിലും വരാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതിനേക്കാളും കുറവാണ് പ്രൈസ് റെഡ്യൂസ് ചെയ്താലും, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ് ചെയ്തിട്ട് പോലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആദ്യത്തേനേക്കാളും കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഇഫ് പ്രൈസ് ചേഞ്ചസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിറ്റ് എലാസ്റ്റിസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇഫ് പ്രൈസ് ചേഞ്ചസ്
but total expenditure moves in the opposite direction, demand is elastic, greater than 1. If price changes and total revenue moves in the same direction, demand is inelastic and it is less than 1 എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് 3 കാര്യങ്ങൾ നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ജിയോമെട്രിക് മെത്തേഡാണ്, ഓർ പോയിൻറ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഓൾസോ വാസ് ഡെവലപ്ഡ് ബൈ മാർഷൽ. മാർഷൽ തന്നെയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. This is used as a measure of the change in quantity demanded in response to a very small change in price. പ്രൈസിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾക്കനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങളുടെ കൃത്യമായിട്ടുള്ളൊരു മെഷർ. ദിസ് മെത്തേഡ് ഹെൽപ്സ് ഇൻ മെഷറിങ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് അറ്റ് എ സർട്ടൺ പോയിൻ്റ്. അപ്പോൾ ഏത് പോയിൻറ്റിൽ വരുമ്പോഴാണ് എത്രത്തോളം മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ വേർഡ്സ് ഓഫ് ലെഫ്റ്റ് വിച്ച് elasticity computed at a single point on the curve for an infinitely small changes in price is point elasticity. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളത്, ഇത് ഈസ് ഈക്വൽ ടു ലോവർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ ദി അപ്പർ സെക്ഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്. സോ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ ബുക്കിൽ അതിൻ്റെ ഫിഗർ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവാണ്. ഓക്കെ, വിത്ത് പി ആസ് ഇറ്റ്സ് മിഡിൽ പോയിൻറ്റ്. ഫർദർ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എ ബി ഇസ് 6 സെൻറ്റിമീറ്റർ. സോ പി ബി ഡിവൈഡഡ് ബൈ പി എ എന്ന് പറയുന്നത് 3/3 യു ആർ ഗെറ്റിംഗ് 1 എന്നുള്ളതാണ്. ഇനി മിഡിൽ പോയിൻറ്റിൽ വരുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, P1 ബി ഡിവൈഡഡ് ബൈ P1 എ ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത് ലെസ് ദാൻ 1 ആണ്, ഒരെണ്ണം ഇൻഫിനിറ്റ് ആണ്, ഒരെണ്ണം മോർ ദാൻ 1 ആണ്, ഒരെണ്ണം ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കതിൻ്റെ മെഷർ ചെയ്യുമ്പോൾ. സോ ഇൻ ദ കേസ് ദ ഡിമാൻഡ് കർവ് ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, the elasticity of demand can be measured with the help of a tangent. A tangent is drawn on the point of the demand curve whose elasticity is to be measured എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒന്നെങ്കിൽ ലോവർ സെക്ഷൻ ഓഫ് ദി ടാൻജൻറ്റ് ഡിവൈഡഡ് ബൈ ദി അപ്പർ സെക്ഷൻ ഓഫ് ദി ടാൻജൻറ്റ്. നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എപ്പോഴാണ്, ഏത് പ്രൈസിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതിലാണ് നമുക്ക് ജിയോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർക്ക് മെത്തേഡാണ്. ദ പോയിൻറ്റ് മെത്തേഡ് ഇസ് അപ്ലിക്കബിൾ ഓൺലി വെയർ ദർ ആർ മൈന്യൂട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അപ്പോൾ ഇതിലെ വലിയ മാറ്റങ്ങളൊന്നും കാണില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് ഇൻ പ്രൈസാണ്, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിലും നമുക്ക് വരുന്നത്. So when the changes in price and demand are large, elasticity cannot be measured at a point on the demand curve. In this case, arc method is used to determine elasticity when the change in price and demand are large. അപ്പോൾ ഇതിലെ ചേഞ്ച് ഇൻ പ്രൈസും ഡിമാൻഡും ഓക്കെ രണ്ടത്തിലും മാറ്റം സംഭവിക്കാം. ഡിമാൻഡിൻ്റെ കേസിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എലാസ്റ്റിസിറ്റി കനോട്ട് ബി മെഷേർഡ് അറ്റ് എ പോയിന്റ്. അപ്പോൾ പർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ കറക്റ്റ് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ കനോട്ട് ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ഡിമാൻഡ് കർവ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആർക്ക് elasticity measures elasticity between 2 points on a demand curve. It is a measure of the average elasticity. Okay, അപ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 അതാണ് നമുക്ക് ചേഞ്ച് വരുന്നത്, ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആർക്ക് മെത്തേഡിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയാണ്, ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസാണ്. O1 എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി, O2 പുതിയ ക്വാണ്ടിറ്റി, P1 എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ്, P2 എന്ന് പറയുന്നത് പുതിയ പ്രൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സപ്ലൈ. നമ്മൾ ഏകദേശം ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നു. ഇനി എന്താണ് സപ്ലൈ? ഇത്ര നേരം നമ്മൾ ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കിയിരുന്നത്.
പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നമ്മൾ എന്തൊക്കെയാണ്. അപ്പോൾ സപ്ലൈൻ്റെ കാര്യം ചിന്തിക്കേണ്ടത് ആരാണ്? മാനുഫാക്ചറാണ്, മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ്. എപ്പോഴാണ് സപ്ലൈ ചെയ്യേണ്ടത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ചെയ്യാനാണ് അവർ നോക്കുക, കാരണം അവർക്ക് അതല്ലേ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ മീൻസ് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി എ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഇസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൻ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ് ഓഫ് ടൈം. പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം, അതേപോലെ തന്നെ പറയുന്ന പ്രൈസിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ വില്ലിംഗ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് വില്ലിംഗ് ആവുന്നത് എന്നുള്ളതാണ് മീനിങ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി എ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഇസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൻ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൻ പീരിയഡ് ഓഫ് ടൈം. സോ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഹാർവേ പറയുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഡിഫൈൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഹൗ മച്ച് ഓഫ് എ ഗുഡ് വിൽ ബി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ഗിവൻ ടൈം. എത്ര പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ എത്ര കമോഡിറ്റിയാണ് നിങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് ഇത്ര പീരിയഡിനുള്ളിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് സപ്ലൈ. ഇനി ലോ ഓഫ് സപ്ലൈനെ കുറിച്ചിട്ട് നോക്കാം. ദ ലോ ഓഫ് സപ്ലൈ ഈസ് നോൺ ആസ് ദി സെക്കൻഡ് ലോ ഓഫ് മാർക്കറ്റ്. A high price encourages suppliers to produce and sell more of the good. അല്ലേ? നമ്മൾ പ്രൈസ് റെഡ്യൂസ് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഡിമാൻഡിൻ്റെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂട്ടുക എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? മാനുഫാക്ചറേഴ്സിൻ്റെ ആഗ്രഹം. So demand curve always slope downwards, supply curve always flows upwards എന്നുള്ളതാണ്. Okay, when the price is low, the firm will supply only lesser quantity. He will supply more only at a higher price. അല്ലേ? പ്രൈസ് കുറയുമ്പോൾ ചെറിയ മാർജിൻ ഓഫ് പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടാറില്ല. സോ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഹയർ പ്രൈസ് വരുന്ന സമയത്താണ് മാർക്കറ്റിലേക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നോക്കാം. The law of supply states that when the price of a commodity increases, supply will also increase. When the price of a commodity decreases, supply also will decrease എന്നുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊന്നല്ല, ദ സെയിം ഡിഗ്രിയിലാണ് അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ മീനിങ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അതിൽ വരുന്നത് പെർസെൻറ്റേജ് ES എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ മെഷർ എന്നുള്ളതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. എത്രത്തോളം ചേഞ്ചാണ് ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ നമുക്ക് 5 ടൈപ്സ് ആണ് വരുന്നത്. പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്, യൂണിറ്ററി എലാസ്റ്റിക് സപ്ലൈ, റിലേറ്റീവ്ലി എലാസ്റ്റിക് സപ്ലൈ ആൻഡ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് സപ്ലൈ. അങ്ങനെ 5 ടൈപ്സാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെഷർമെൻറ്റ് ഓഫ് സപ്ലൈയോട് കൂടിയിട്ട് നമ്മുടെ ഈ ടോപ്പിക് ഇവിടെ തീരണം. പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് when there is a significant change in supply without any change or little change in its price, it is called perfectly elastic. നമ്മുടെ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഡിമാൻഡിനെ പോലെ തന്നെ when there is a significant change in supply, ചേഞ്ച് ഇൻ സപ്ലൈയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, പക്ഷേ പ്രൈസിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വിത്തൗട്ട് എനി ചേഞ്ച്, അതല്ലാന്നുണ്ടെങ്കിൽ എ വെരി ലിറ്റിൽ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ കമോഡിറ്റീൻ്റെ പ്രൈസിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഒരു വലിയ ചേഞ്ച് ഇൻ സപ്ലൈയിൽ വരുന്നത് എന്നുള്ളതാണ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സപ്ലൈയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ പ്രൈസ് വിൽ നോട്ട് ബ്രിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ സപ്ലൈ.
നമ്മുടെ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിൽ ഒരു മാറ്റം സംഭവിക്കില്ല. പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ എന്ത് തന്നെ മാറ്റം വന്നാലും. അതാണ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ is unitary elasticity. This is a situation where the rate of change in supply is exactly equal to the rate of change in price. അപ്പോൾ ചേഞ്ച് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് പ്രൈസ് എത്ര പെർസെൻറ്റേജ് ആണോ അത്ര പെർസെൻറ്റേജ് തന്നെയാണ് ചേഞ്ച് ഓഫ് സപ്ലൈയിലും വരുന്നത്. സോ ദാറ്റ് ഈസ് രണ്ടും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ യൂണിറ്ററി എലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ്ലി എലാസ്റ്റിക് സപ്ലൈ എപ്പോഴാണ്? ഹൈലി എലാസ്റ്റിക് സപ്ലൈ വരുന്നതാണ്. വെൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഈസ് ലെസ് ദാൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇത് രണ്ടാണ് അതിൽ വരുന്ന ഡിഫറൻസ്. ഇപ്പോൾ റിലേറ്റീവ്ലി എലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി ലെസ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ദ ലാസ്റ്റ് പാർട്ട്, പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. അപ്പോൾ എന്തൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ വരുന്നത് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ, ഇറ്റ് ഈസ് നോർമൽ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി എന്നുള്ളതാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സപ്ലൈ, ക്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ സപ്ലൈ. നോർമലി ഒറിജിനൽ സപ്ലൈ എത്രയായിരുന്നു അത് മുകളിൽ നമ്മൾ പറയുന്നത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എത്രയാണോ മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് പി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ്. സെക്കൻഡ് വൺ ഇസ് പോയിൻറ്റ് മെത്തേഡ്. ദ സെയിം തിങ്സ് തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്യുന്നത്. സപ്ലൈ കർവ് ഇസ് ഡ്രോൺ, ദ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇസ് മെഷേർഡ് അറ്റ് എനി പോയിൻറ്റ് ഓൺ ദിസ് കർവ്. ഏത് ഇതിലാണ് നമുക്ക് ഇതിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാനായിട്ട്. സപ്ലൈ കർവ് ഇസ് എക്സ്റ്റെൻഡഡ് ടു ദ ലിമിറ്റ് ദാറ്റ് ഇറ്റ് ഇൻ്റർസെക്ട്സ് OX axis at a particular point. If this line passes through the point of origin, it is known as unitary elastic supply എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് if it intersects OX axis, it is treated as relatively less elastic supply എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇഫ് ഇറ്റ് ഇൻ്റർസെക്ട്സ് OY ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി എലാസ്റ്റിക് ആണ്. ഈ മൂന്ന് സിറ്റുവേഷനാണ് കൃത്യമായിട്ട് ഓരോ ഫിഗറിലും ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോർമുലാസാണ്. അതിൽ എന്താണ് ദറ്റ് ഈസ് ES എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ അല്ലെങ്കിൽ മോർ ദാൻ 1 ആണോ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ഇഫ് കമ്മോഡിറ്റി ഈസ് പെരിഷബിൾ, ഇറ്റ് സപ്ലൈ വിൽ ബി ഇൻഎലാസ്റ്റിക്. ദിസ് ഈസ് ബിക്കോസ് its supply cannot be raised or reduced by rise or fall in its price. On the other hand, the supply of a durable commodity is elastic. ഇവിടെ വന്നിട്ട് പെരിഷബിൾ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റി ആണ്. വാട്ട് യു മീൻ ബൈ പെരിഷബിൾ? പെട്ടെന്ന് നശിച്ചു പോകാവുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. കാരണം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളുണ്ടാവണമെന്നില്ല. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി പെരിഷബിൾ എന്നുള്ളത് കൊണ്ട് തന്നെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടൈമാണ്. ദ ലോങ്ങർ ദ ടൈം പീരിയഡ്, ദ മോർ എലാസ്റ്റിക് വിൽ ബി ദ സപ്ലൈ. ദ ഷോർട്ടർ ദ ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത് ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ എ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി, ഇറ്റ് സപ്ലൈ വിൽ ബി ഇൻഎലാസ്റ്റിക്. ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ നോട്ട് യൂസ്ഡ്, ഇറ്റ് സപ്ലൈ വിൽ ബി റിലേറ്റീവ്ലി എലാസ്റ്റിക്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ദാൻ ദ റൈസ് ഇൻ പ്രൈസ്. ദ സപ്ലൈ വിൽ ബി ഇൻഎലാസ്റ്റിക്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു പെർ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അത്രയും ഫാസ്റ്റർ റേറ്റിലായിരിക്കും. എത്രത്തോളം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഇവിടെയും മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ്. ദ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻഎലാസ്റ്റിക് ആയിരിക്കും. On the other hand, if the per unit cost of a commodity increases very slowly in response to a price rise, the supply will be elastic. പെട്ടെന്ന് ചേഞ്ചസ് വരാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഇൻഎലാസ്റ്റിക് ആയിരിക്കും. സ്ലോ ചേഞ്ചാണ് വരണമെന്നുണ്ടെങ്കിൽ
സപ്ലൈ എന്ന് പറയുന്നത് എലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് ദെൻ പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, ഇഫ് പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ ഫ്യൂച്ചർ ദേ വിൽ കട്ട് ഡൗൺ ദി പ്രസൻറ്റ് സപ്ലൈ. അത് ശരി തന്നെയല്ലേ? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോഴത്തെ സപ്ലൈ കുറച്ച് റെഡ്യൂസ് ചെയ്യും. കാരണം ഭാവിയിൽ റേറ്റ് കൂടാനുള്ളതാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ സപ്ലൈ അവർ കട്ട് ഡൗൺ ചെയ്യും. ആസ് എ റിസൾട്ട് ദ സപ്ലൈ ബിക്കംസ് ഇൻഎലാസ്റ്റിക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെർഫെക്റ്റ് എലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല, ഇൻഎലാസ്റ്റിക് ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദേ എക്സ്പെക്ട് ദി പ്രൈസ് ടു ഫാൾ ഇൻ ഫ്യൂച്ചർ, ഇനി ഭാവിയിൽ ഇതിൻ്റെ പ്രൈസ് റെഡ്യൂസ് ആവും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദേ വിൽ റേസ് ദ പ്രസൻറ്റ് സപ്ലൈ. ഇപ്പോഴത്തെ സപ്ലൈ കുറച്ചും കൂടിയും അവർ ഇൻക്രീസ് ചെയ്യും. കോൺസിക്വൻ്റ്ലി സപ്ലൈ ബിക്കംസ് എലാസ്റ്റിക്. ഓക്കെ, ഇൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ലോ ഓഫ് റിട്ടേൺസ്. ഇഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഈസ് അപ്ലൈഡ് ഇൻ ആൻ ഇൻഡസ്ട്രി, ഇറ്റ്സ് സപ്ലൈ വിൽ ബി ഇൻഎലാസ്റ്റിക്. If the law of constant returns is applied in an industry, its supply will be unitary elastic. If the law of increasing returns is applied in an industry, its supply will be highly elastic. So, നമ്മൾ എന്താണോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സപ്ലൈ ഇൻഎലാസ്റ്റിക് ആണോ, യൂണിറ്ററി എലാസ്റ്റിക് ആണോ, അല്ലെങ്കിൽ ഹൈലി എലാസ്റ്റിക് ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ലോസ് ഓഫ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലോസ് ഓഫ് റിട്ടേൺസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇവിടെ വെച്ച് നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററായിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, അതേപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്, ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണ്. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ ഒരു കമ്മോഡിറ്റിയുടെ കൺസംഷനിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിൽസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ കൃത്യമായിട്ടുള്ള മെഷർ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. വി ക്യാൻ റാങ്ക് ദി പ്രോഡക്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വി ക്യാൻ റാങ്ക് ദി പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദി സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് ഓർഡിനൽ പറയുന്നത്. ഓക്കെ, പിന്നെ ബഡ്ജറ്റ് ലൈൻ എന്താണ്, അതേപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ് എന്താണ്, ഗിഫൻ ഗുഡ് എന്താണ്, അതിൻ്റെ ഡിഫറൻസസ്. പിന്നെ അതേപോലെ തന്നെ ഇൻകം കൺസംഷൻ കർവ് എന്താണ്, പ്രൈസ് കൺസംഷൻ കർവ് എന്താണ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, ആൻഡ് ദെൻ അതിൽ വരുന്ന പ്രൈസ് എലാസ്റ്റിസിറ്റിയുടെ ടൈപ്സ് എന്തൊക്കെയാണ്, സപ്ലൈ ഓഫ് സപ്ലൈനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അതേപോലെ തന്നെ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അതൊരു 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, ആ ഷോർട്ട് എസ്സേയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ ഹിഗ്സൺ എഫക്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം, അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.